കഥയാരംഭിക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. സമയം രാത്രിയായി കഴിഞ്ഞു. അവിടെ വലിയൊരു ബംഗ്ലാവിൽ ഒരു പാർട്ടി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ജമാൽ ഖാലിദ് എന്ന് പറയുന്ന ആളാണ് ആ പാർട്ടി ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ സമയം അവിടെ വെള്ളത്തിനടിയിൽ നിന്നും ഒരാൾ ഉയർന്നു വരുന്നു. അതാണ് കഥാനായകൻ. ഹാരി ടസ്കർ എന്നാണ് അയാളുടെ പേര്. ഹാരി US ഗവൺമെന്റിന്റെ ഒരു സ്പൈ ആണ്. ഒമേഗ സെക്ടർ എന്ന് പേരുള്ള ഒരു ടോപ്പ് സീക്രട്ട് US കൗണ്ടർ ടെററിസം ഏജൻസി, അതിലെ പ്രധാനപ്പെട്ട ഏജന്റ് ആയിരുന്നു ഹാരി. ഹാരിക്കെന്ന് അവിടെയാണ് ചില പ്രത്യേക മിഷൻ ഉള്ളത്. ഹാരി ഒരു തരത്തിൽ അവിടുള്ള ഗാർഡുകളുടെ കണ്ണുവിട്ടിച്ച് ഹാളിന്റെ അകത്തേക്ക് കയറി അകത്തുള്ള കാര്യങ്ങളും പരിസരവും ഒക്കെ നിരീക്ഷിച്ച് ഒരു വാൻ ആ ബംഗ്ലാവിന്റെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഹാരിയുടെ ടീമിലുള്ള രണ്ടുപേർ കൂടിയുണ്ട്. ആൽബർട്ട് എന്നും ഫൈസൽ എന്നുമാണ് അവരുടെ പേരുകൾ. ഹാരി അങ്ങനെ പാർട്ടിക്കകത്തെത്തി ജമാൽ ഖാലിദിനെ തിരയാൻ ആരംഭിച്ചു. കുറച്ചു നേരത്തെ അന്വേഷണത്തിനൊടുവിൽ ജമാൽ ഖാലിദിനെ ഹാരി കണ്ടെത്തുന്നുണ്ട്. ഈ സമയം ഖാലിദിന്റെ കൂടെ ഒരു ലേഡി നിൽക്കുന്നുണ്ടായിരുന്നു. ജോണോ എന്നാണ് അവളുടെ പേര്. ഖാലിദിന് വളരെയധികം വേണ്ടപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവൾ. അവളെ വളച്ചാൽ ഉപകാരമുണ്ടാകും എന്ന കാര്യം ഹാരി ചിന്തിച്ചു. ഒരവസരം കിട്ടിയപ്പോ ഹാരി നേരെ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് കയറി. ഒടുവിൽ രഹസ്യ നീക്കങ്ങളിലൂടെ ഖാലിദിന്റെ മുറിയിലേക്കും ഹാരിക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അയാളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ചില പ്രധാനപ്പെട്ട ഫയലുകൾ ഹാരിക്ക് ഡീക്രിപ്റ്റ് ചെയ്ത് കോപ്പി ചെയ്യണമായിരുന്നു. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ച് ഹാരി താഴേക്ക് ഇറങ്ങി. ആ സമയം ഹാരിയെ മറ്റു ചിലർ ശ്രദ്ധിച്ചിരുന്നു. സംശയമൊന്നും ആർക്കും വരാതിരിക്കാൻ അവിടുത്തെ ശിലകളുടെയും ആർട്ടിന്റെയും ഒക്കെ അടുത്തുപോയി ഹാരി നോക്കിക്കാണാൻ തുടങ്ങി. അപ്പോഴാണ് ജോണു അങ്ങോട്ടേക്ക് വരുന്നത്. അവിടെ വെച്ച് അവർ പരസ്പരം പരിചയപ്പെട്ടു. ഈ സമയമാണ് മറ്റൊന്ന് സംഭവിച്ചത്. ഒരു സെക്യൂരിറ്റി ഹാരിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് സെക്യൂരിറ്റീസിനെ അയാൾ അലർട്ട് ചെയ്തു. അത് മനസ്സിലാക്കിയ ഹാരി അവരിൽ നിന്ന് പെട്ടെന്ന് ഒഴിഞ്ഞുമാറാൻ ജോണോയെ കൂട്ടി ഡാൻസ് ചെയ്യാൻ ആരംഭിച്ചു. സെക്യൂരിറ്റീസ് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോ ജോണോയും കൂട്ടി അവൻ പുറത്തേക്ക് നടന്നു. ജോണോയ്ക്ക് ഹാരിയെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി വീണ്ടും കാണണം എന്ന് പറഞ്ഞ് അവളുടെ കാർഡും ജോണോ അവന് കൊടുത്തു. കാർഡ് വാങ്ങി ഹാരി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ആ സമയത്താണ് ഇൻസ്പെക്ഷന് ഒരു സെക്യൂരിറ്റി അവന്റെ അടുത്തേക്ക് വന്നത്. ഇൻവിറ്റേഷൻ കാർഡ് എവിടെയെന്ന് അയാൾ അവനോട് ചോദിച്ചു. ഹാരി ഒരു സിഗരറ്റ് ബോക്സ് കയ്യിലെടുത്തു. വൈകാതെ അത് ഒരു ബട്ടൺ അമർത്തി. അതോടെ നേരത്തെ അവിടെ സെറ്റ് ചെയ്തു വെച്ചിരുന്ന ബോംബുകളൊക്കെ പൊട്ടിത്തെറിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ തിരിഞ്ഞതും കൂടെ നിന്നിരുന്ന ചോദ്യം ചോദിച്ച് ആ സെക്യൂരിറ്റി ഗാർഡിനെ ഹാരി അടിച്ചു വീഴ്ത്തി. പിന്നാലെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ആരംഭിച്ചു. വലിയൊരു ഏറ്റുമുട്ടൽ തന്നെ നടന്നു. ഒടുവിൽ ഏറ്റുമുട്ടലിനൊടുവിൽ അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ പരാജയപ്പെടുത്തി ഹാരി സർവൈലൻസ് വെഹിക്കിളിൽ കയറി ആൽബർട്ടിനും മറ്റുമൊപ്പം രക്ഷപ്പെട്ടു. അടുത്ത ദിവസം ഹാരി അവന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവന്റെ ഭാര്യ ജോലിക്ക് പോവാനുള്ള തിരക്കിലാണ്. ഹാരിക്ക് ഭാര്യയും ഒരു മകളുമാണുള്ളത്. ഭാര്യയുടെ പേര് ഹെലൻ എന്നാണ്. മകൾ ഡാന. ഹെലൻ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഹാരി ഒരു ഏജന്റ് ആണെന്നൊന്നും അവന്റെ കുടുംബത്തിന് അറിയില്ല. ഹാരി ഒരു കമ്പ്യൂട്ടർ സെയിൽസ്മാൻ ആണ് എന്നാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത്. രാവിലത്തെ തിരക്കുകൾ നടന്നുകൊണ്ടിരിക്കെ ആൽബർട്ട് അങ്ങോട്ടേക്ക് വന്നു. വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ അവിടെ ഹാളിൽ അയാൾ ഒരു സിഗരറ്റ് പാക്കറ്റ് വെച്ചു. ശേഷം ഹാരിയുടെ അടുത്തേക്ക് ചെന്നു. ഹാരിയുടെ അടുത്തെത്തി അയാൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഹാരിക്ക് കൈമാറി. അതൊരു പ്രത്യേകതയുള്ള കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു. നേരത്തെ ഒരു സിഗരറ്റ് ബോക്സ് ആൽബർട്ട് പുറത്തു വെച്ചിരുന്നല്ലോ, അതിനകത്ത് ക്യാമറയുണ്ട്. കൂളിംഗ് ഗ്ലാസ് ധരിച്ചാൽ അതിലെ ദൃശ്യങ്ങൾ ഒരു കണ്ണിലൂടെ കൃത്യമായി ഹാരിക്ക് കാണാൻ സാധിക്കും. ഹാരി അത് വെച്ച് നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഹാരി അത് കാണുന്നത്. ഹാരിയുടെ മകൾ അവന്റെ പോക്കറ്റിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നു. അയാള് മകളുടെ പിന്നാലെ ചെല്ലുമ്പോഴേക്കും അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ അവിടുന്ന് പോവുകയും ചെയ്തു. എന്തായാലും അവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ കടന്നുപോയി. കുറച്ചു കഴിഞ്ഞ് ഹാരിയും ആൽബർട്ടും നേരെ അവരുടെ ഓഫീസിലേക്ക് പോയി. വൈകാതെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷനെ പറ്റിയാണ് എക്സ്പ്ലനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമാൽ ഖാലിദിന് സംശയം തോന്നിയതുകൊണ്ട് അവന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചു. കൊമേഴ്സ് ബാങ്ക് ഇന്റർനാഷണൽ നിന്നും $10 കോടി ഇവന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല അവരുടെ മെയിൻ പരിപാടി ടെററിസത്തിന് ഫണ്ട് ചെയ്യുക എന്നുള്ളതുമാണ്. ഇപ്പോ ഇത്തരത്തിൽ വലിയൊരു തുക വന്നിരിക്കുന്നത് കൊണ്ട് എന്തോ വലിയൊരു പ്ലാനിംഗ് നടക്കുന്നുണ്ട്. എന്തോ വലുത് നടക്കാൻ പോകുന്നുണ്ട്. മാത്രമല്ല ഒരാഴ്ച മുന്നേ ഖസാക്കിസ്ഥാനിൽ നിന്നും 4 ന്യൂക്ലിയർ മിസൈലുകൾ മോഷ്ടിക്കപ്പെട്ടിരുന്നു. ആ മിസൈലുകൾ വാങ്ങിയിരിക്കുന്നതും ഈ ഖാലിദിന്റെ ആൾക്കാരാണെന്നാണ് അറിയാൻ സാധിച്ചത്. അമേരിക്കയിലേക്ക് കടത്താനാണ് അവർ പദ്ധതിയിടുന്നതും. ബോസിന്റെ അടുത്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ വിശദീകരിച്ചു. ബോസ് ചോദിച്ചു, ഇതൊക്കെ നിങ്ങളുടെ ഊഹം മാത്രമല്ലേ? ആദ്യം നിങ്ങൾ ഇതിന്റെ തെളിവ് കൊണ്ടുവാ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാം.
അറിയാം. ബോസിന്റെ മറുപടി കേട്ടതും പിന്നീട് അവരുടെ ശ്രമം അതിനായി. ആ സമയത്താണ് അവരൊരു വിവരം അറിഞ്ഞത്. ജൂണോയ്ക്ക് കാലിദ് $20 ലക്ഷം കൊടുത്തിട്ടുണ്ട്. കാലിദിന്റെ ബിസിനസ്സിൽ ഈ ജൂണോയ്ക്ക് എന്തോ പങ്കുണ്ട് എന്നതോടെ ഹാരിക്കും മറ്റും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളെ പോയി കാണാനാണ് ഹാരി തീരുമാനിച്ചത്. അന്ന് ബംഗ്ലാവിൽ വെച്ച് പരിചയപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും നേരിടില്ല എന്ന് ഹാരിക്ക് അറിയാമായിരുന്നു. ഹാരി അങ്ങനെ ആ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ച് നേരെ ജൂണോയുടെ ഓഫീസിലേക്ക് എത്തി. ആന്റിക് ബിസിനസ് ആണ് ജൂണോ നടത്തുന്നത്. ഹാരി അവിടെ എത്തിയതും ജൂണോ ഹാരിയുമായി സംസാരിച്ചു. അവരുടെ ബിസിനസ്സും അവിടെയുള്ള ആന്റിക് സാധനങ്ങളുമൊക്കെ ഹാരിക്ക് ജൂണോ കാണിച്ചു കൊടുത്തു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഹാരി തിരികെ ഓഫീസിലെത്തി. തന്റെ ടീംമേറ്റ്സിനോട് അവർ നടത്തുന്നത് ആന്റിക് ബിസിനസ് ആണ് എന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആൽബർട്ട് ഉടൻ പറഞ്ഞു, ഒരുപക്ഷെ ഇതിന്റെ മറവിൽ ആയുധങ്ങൾ കടത്തലാവാം അവളുടെ പ്രധാന പരിപാടി. മറുവശത്ത് ജൂണോ അവളുടെ ഷോപ്പിൽ തന്നെ തുടരുകയാണ്. ആ സമയം സലീം എന്നൊരു വ്യക്തി അങ്ങോട്ടേക്ക് വന്നു. വന്നപാടെ ജൂണോയുടെ മുഖത്തിട്ട് സലീം ഒന്ന് പൊട്ടിച്ചു. ശേഷം അയാൾ കാര്യങ്ങൾ പറഞ്ഞു. ഹാരിയുടെ കാര്യത്തിൽ സലീമിന് സംശയം തോന്നിയിരുന്നു. നീ എന്നിട്ട് ഇവനുമായി ഇവിടെ നിന്ന് കൊഞ്ചിക്കുഴയുകയാണോ? അവനെ കുറിച്ച് ആദ്യം ശരിക്കൊന്ന് അന്വേഷിക്ക് എന്നൊക്കെ സലീം വാൺ ചെയ്തു. അന്ന് രാത്രി വീട്ടിലേക്ക് മടങ്ങാൻ ഹാരി ആൽബർട്ടിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. അന്ന് ഹാരിയുടെ ബർത്ത്ഡേ ആണ്. വീട്ടിൽ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് ഹാരി കുറച്ച് നേരത്തെ ഇറങ്ങിയത്. പക്ഷേ യാത്രാമധ്യേ അവരൊരു കാര്യം ശ്രദ്ധിച്ചു. പുറകിൽ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. അത് സലീമും കൂട്ടരുമായിരുന്നു. അവരെ ട്രാപ്പ് ചെയ്ത് പിടിച്ചാൽ ഖാലിദിനെ പറ്റി ഒരുപക്ഷെ കുറെ വിവരങ്ങൾ കിട്ടിയേക്കും. ബോസിന്റെ അടുക്കൽ കൊടുക്കാൻ തെളിവുകളും കിട്ടും. അത് മനസ്സിലാക്കി അവർ അതിനുവേണ്ടിയുള്ള കെണികൾ ഒരുക്കാൻ തുടങ്ങി. വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഈ സമയം സലീമും കൂട്ടരും ഹാരിയെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ കൂളിംഗ് ഗ്ലാസ് വെച്ചിരുന്ന ഹാരി അതിലെ ക്യാമറ കൊണ്ട് അവരുടെ പ്രവർത്തികൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഹാരി നേരെ അവിടെയുള്ള ഒരു ബാത്റൂമിലേക്ക് കയറി. അവന്മാർ അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പേ തന്റെ ക്യാമറ ബോക്സ് എടുത്ത് അവിടെ ഒരു വാഷ് ബേസിന്റെ അടുത്ത് അവൻ വെച്ചു. ശേഷം മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി. പിന്നാലെ വന്ന അവരുടെ പ്രവൃത്തികൾ അതോടെ ഹാരിക്ക് വ്യക്തമായി കാണാമായിരുന്നു. വൈകാതെ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ഇതിനിടയിൽ സലീമും എത്തി ഏറ്റുമുട്ടലിൽ പങ്കുചേർന്നു. ഒരു ഘട്ടത്തിൽ ഹാരി സലീമിനെതിരെ വെടിയുതിർത്തു. സലീം പുറത്തേക്കൂടി പുറത്തുണ്ടായിരുന്ന ഒരു ബൈക്ക് എടുത്ത് രക്ഷപ്പെട്ടു പോവാൻ തുടങ്ങി. ഹാരി പുറത്തെത്തുമ്പോ അവിടെ കണ്ടതൊരു കുതിരയെയാണ്. ഹാരി ഒട്ടും മടിച്ചില്ല. കുതിരയെടുത്ത് സലീമിന്റെ പുറകെ ചേസ് ചെയ്യാൻ ആരംഭിച്ചു. നീണ്ട ചേസിനൊടുവിൽ സലീം വണ്ടിയോടിച്ചൊരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി. ലിഫ്റ്റിൽ കയറി റൂഫ് ടോപ്പിലേക്ക് എത്തി. ഹാരിയും ഒട്ടും മടിച്ചില്ല. കുതിരയോടിച്ച ബിൽഡിങ്ങിന്റെ അകത്ത് കയറി ലിഫ്റ്റ് വഴി ആ റൂഫ് ടോപ്പിൽ എത്തിച്ചേർന്നു. സലീമിന് അവിടെ നിന്ന് രക്ഷപ്പെടണം. വണ്ടി വേഗത്തിൽ പായിച്ച് അടുത്ത ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് ആ വണ്ടിയുമായി സലീം ചാടി. ഹാരി പിന്നിൽ പാഞ്ഞു വന്നിരുന്നു. പക്ഷേ കുതിര ഉപയോഗിച്ച് അത്രയും ദൂരം ചാടാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ഹാരി കുതിരയെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷെ നിയന്ത്രണം വിട്ട് ഹാരി താഴേക്ക് പതിക്കാൻ തുടങ്ങി. ഭാഗ്യവശാൽ കുതിരയുമായി കെട്ടിയിരുന്ന കയറിൽ നിന്നും പിടുത്തം കിട്ടിയ ഹാരി അത് പിടിച്ച് മുകളിലേക്ക് കയറി. സലീം അങ്ങനെ രക്ഷപ്പെട്ടു പോയി. ഹാരിക്ക് വലിയ നിരാശ തോന്നിയിരുന്നു. അന്ന് കുറേയധികം വൈകിയാണ് ഹാരി വീട്ടിലേക്ക് തിരികെ എത്തിയത്. ബർത്ത്ഡേ പാർട്ടിക്ക് വരാതെ വൈകി വരുന്ന ഹാരിയെയും വെയിറ്റ് ചെയ്ത് അവന്റെ ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ നല്ല ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് എന്ന കാര്യം ഹാരിക്ക് മനസ്സിലായി. ഹാരി അവളോട് ക്ഷമ ചോദിച്ചു. ആ സിറ്റുവേഷൻ ഒന്ന് നോക്കിയാക്കാൻ ഹാരിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. പിറ്റേ ദിവസം ഹാരി ഓഫീസിലെത്തി. സലീം ആരാണ്, എന്താണ് അയാളുടെ ഉദ്ദേശം എന്നതിനെ പറ്റി അവിടെ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുന്നു. സലീമിന്റെ ഡീറ്റെയിൽസ് വൈകാതെ അവർ മുഴുവനായും എടുത്തു. സലീം അബു അസീസ്, അതാണ് അവന്റെ മുഴുവൻ പേര്. ആളൊരു മതഭ്രാന്തനാണ്. കാർ ബോംബിംഗ് നടത്തുന്നതിന്റെ പേരിൽ കുപ്രസിദ്ധൻ. ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇതിനോടകം അവൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ക്രിംസൺ ജിഹാദ് എന്ന പേരിൽ ഒരു സംഘടന പോലും അവൻ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ആ കൂട്ടത്തിലെ ആൾക്കാർ അവനെ വിളിക്കുന്നത് സാൻഡ് സ്പൈഡർ എന്ന പേരിലുമാണ്. ഒരു അസൽ തീവ്രവാദി. കിട്ടിയ വിവരങ്ങൾ അത്രയും ബോസിന്റെ അടുക്കൽ അവർ ഹാജരാക്കി. എല്ലാം വിശദമായി കേട്ട ബോസ് ഉടൻ തന്നെ സലീമിനെ പിടികൂടണം എന്നുത്തരവിട്ടു. ഇരുവരും ഓഫീസിൽ നിന്നിറങ്ങി. ഹാരി നേരെ പോയത് ഹെലൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്കായിരുന്നു. തലേ ദിവസത്തെ പാർട്ടി കുളമായല്ലോ, അതുകൊണ്ട് ഇന്നുച്ചക്ക് അവളുടെ കൂടെ ലഞ്ച് കഴിക്കാം, കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പരിഹരിക്കാം എന്ന് ചിന്തിച്ചാണ് ഹാരി ചെന്നത്. പക്ഷെ അവളുടെ ഓഫീസ് ക്യാബിന്റെ അടുത്തെത്തിയപ്പോ ഹാരി അവൾ ഫോൺ ചെയ്യുന്ന കേട്ടു. അവൾ മറ്റൊരാളുമായി അടുപ്പത്തിലാണ്. അവനുമായി ഫോൺ വിളിച്ച് അവൾ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാരി ദേഷ്യത്തിലും സങ്കടത്തിലും പുറത്തേക്കിറങ്ങി ആൽബർട്ടിനോട് കാര്യം പറഞ്ഞു. ആൽബർട്ട് പക്ഷേ ഹാരിയെ കുറ്റപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ജോലിയുടെ കാര്യം പറഞ്ഞ് കുടുംബം നോക്കാതെ ഒഴിഞ്ഞു നടക്കുമ്പോ അവൻ ചിന്തിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആൽബർട്ട് കുറ്റപ്പെടുത്തി. അവളും ഒരു സാധാരണ സ്ത്രീയല്ലേ എന്ന് പറഞ്ഞ് അവളുടെ പക്ഷമായിരുന്നു ആൽബർട്ട് പിടിച്ചത്. അന്ന് രാത്രി ഹാരി വീട്ടിലെത്തി.
ഉച്ചയ്ക്ക് താൻ അവളുടെ ഓഫീസിൽ വന്നിരുന്നല്ലോ, അവൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പലതരം കള്ളങ്ങളായിരുന്നു ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി അവന്റെ ഭാര്യ പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹാരിക്ക് ദേഷ്യം വരുന്നുണ്ട്. അടുത്ത ദിവസം ഓഫീസിലെത്തിയ ഹാരി ഭാര്യയുടെ ഫോൺ കോൾ ടാപ്പ് ചെയ്ത് കേൾക്കാൻ തുടങ്ങി. അന്നുച്ചയ്ക്ക് അവൾ കാമുകനുമായി മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഹാരി മനസ്സിലാക്കി. അന്നുച്ചയ്ക്ക് അവൾ കാമുകനെ കാണാൻ പോകുമ്പോ അവളെ പിന്തുടർന്ന് ഹാരിയും ആൽബർട്ടും പോയിരുന്നു. അവളുടെ ബാഗിൽ രാത്രിയിൽ തന്നെ ഹാരി ഒരു ബഗ് പിടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊരു റെസ്റ്റോറന്റിലെത്തി കാമുകനെ കണ്ട് സംസാരിക്കുമ്പോ അതൊക്കെ കേൾക്കാൻ ഹാരിക്ക് കഴിഞ്ഞു. കാമുകന്റെ പേര് സൈമൺ എന്നാണ്. അവനൊരു ഏജന്റാണ്, സ്പൈയാണ് എന്ന തരത്തിലാണ് ഹാരിയുടെ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത്. സൈമണെ പറ്റി ഹാരി പെട്ടെന്ന് തന്നെ അന്വേഷിച്ചു. സൈമൺ പറയുന്നത് മുഴുവൻ കളവാണെന്നും അവൻ ഒരു കാർ സെയിൽസ്മാൻ മാത്രമാണ് എന്നും ഹാരി തിരിച്ചറിഞ്ഞു. ഈ നുണയൊക്കെ ലേഡീസിനെ ഇംപ്രസ് ചെയ്യിക്കാനായിരുന്നു സൈമൺ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഹാരി സൈമന്റെ പിന്നാലെ തന്നുണ്ടായിരുന്നു. അവന്റെ ലക്ഷ്യങ്ങളും അവൻ പെണ്ണുങ്ങളെ വളയ്ക്കുന്ന ഒരുത്തനാണെന്നും ഹാരി തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം സൈമണും ഹാരിയുടെ ഭാര്യ ഹെലനും അവന്റെ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതൊക്കെ ഹാരി അറിഞ്ഞിട്ടുണ്ട്. ഹെലൻ അവന്റെ വീട്ടിലെത്തി. ആ സമയത്ത് നാളെ തനിക്കൊരു മിഷൻ ഉണ്ടെന്നും അതിലെന്റെ ഭാര്യയായി അഭിനയിക്കാൻ ഒരാൾ വേണം, നിനക്ക് വരാമോ എന്ന മട്ടിലുമൊക്കെ സൈമൺ ഹെലനോട് ചോദിച്ചു. ഹെലൻ സമ്മതിച്ചു. പിന്നാലെ അവളെ വശീകരിക്കാനും വളയ്ക്കാനും ലൈംഗികമായി ഉപയോഗിക്കാനും സൈമൺ ശ്രമിച്ചു. പക്ഷേ ഹെലൻ അപ്പോഴും അവന് പൂർണ്ണമായി വളഞ്ഞിരുന്നില്ല. അവൾ അതിനെ എതിർത്തു. സൈമൺ അവൾക്ക് മേൽ ബലം പ്രയോഗിക്കാൻ തുടങ്ങി. കൃത്യസമയത്ത് ഹാരിയും സംഘവും അങ്ങോട്ടേക്ക് മാസ്കൊക്കെ വെച്ച് കടന്നെത്തി. അവരെ ബന്ദിയാക്കി അവിടെ നിന്നും അവർ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഹെലനെ കൊണ്ടുവന്ന് അവരൊരു മുറിയിൽ പൂട്ടി. മറുവശത്ത് കണ്ണാടിയാണ്. ഹെലനോട് ശബ്ദം മാറ്റി പുറത്തു നിന്നും അവർ സംസാരിച്ചു. ഹെലനെ ഹാരിക്കും ആൽബർട്ടിനും കാണാമെങ്കിലും ഹെലൻ അവരെ കാണാൻ സാധിക്കില്ല. എന്തായിരുന്നു സൈമണുമായുള്ള ബന്ധം, എന്തായിരുന്നു ഉദ്ദേശം എന്ന മട്ടിലൊക്കെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. ഹെലൻ സത്യങ്ങൾ പറഞ്ഞു. ആ സമയത്താണ് ഹാരി മനസ്സിലാക്കുന്നത് ഹെലന് സൈമണോട് അങ്ങനെ പ്രണയമൊന്നുമില്ല. അവളിപ്പോൾ ഒരു മിഡ് ലൈഫ് ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. തന്റെ ഭർത്താവ് ഹാരിയെ അടുത്തിടപഴകാനോ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നിനും കിട്ടുന്നില്ല. ഓഫീസ്, ജോലി, തിരികെ വീട്, ഈ ജീവിതം അവൾക്ക് ബോറടിച്ചു. അഡ്വഞ്ചറസ് ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ഹെലന്റെ ആഗ്രഹം. അങ്ങനൊരു അവസരമാണ് സൈമണിലൂടെ അവൾക്ക് കൈവന്നത്. അതുകൊണ്ടായിരുന്നു അവൾ സൈമണെ മീറ്റ് ചെയ്യാനൊക്കെ പോയതും. അതൊക്കെ കേട്ടതും ഹാരിക്ക് ആശ്വാസമായി. ഹാരി പിന്നാലെ അവൾ ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണെന്നും അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും എന്നൊക്കെയൊന്ന് ഭീഷണിപ്പെടുത്തി. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങളുടെ കൂടെ മിഷനായി നീ ജോയിൻ ചെയ്യണമെന്നും അടുത്ത മിഷൻ വരുമ്പോ ഞങ്ങൾ നിങ്ങളെ വിളിച്ചോളാം എന്നും ഹാരി പറഞ്ഞു. നിങ്ങളുടെ കോഡ് നെയിം ഡോറിസ് എന്നായിരിക്കും എന്നും ഹാരി കൂട്ടിച്ചേർത്തു. മനസ്സില്ലാ മനസ്സോടെയും സന്തോഷത്തോടെയും ഹെലൻ അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ പിടിച്ചുകൊണ്ട് വന്ന പോലെ തന്നെ തങ്ങളാണ് പിടിച്ചത് എന്ന് ഹെലന് മനസ്സിലാവാത്ത രീതിയിൽ ഹാരിയും ആൽബർട്ടും അവളെ ഇറക്കി വിട്ടു. പിന്നാലെ സൈമണയും കൂട്ടിക്കൊണ്ട് ഹാരിയും ആൽബർട്ടും ഒരു ഡാമിന്റെ മുകളിലെത്തി. അവിടെ നിന്നും അവനെ താഴേക്കിടും എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അവനെ പേടിപ്പിച്ചു. സൈമൺ ഭയന്നു വിറച്ചിരുന്നു. അവൻ നിക്കറിൽ വരെ മുള്ളി. അത് കണ്ടതും ഇവനാകെ അത്രക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ഹാരി ഇനിമേലാൽ പെണ്ണുങ്ങളെ വളയ്ക്കുന്ന പരിപാടിക്ക് നിന്നേക്കരുത്, സ്പൈയാണെന്നാരോടും പറഞ്ഞേ പോയേക്കരുത് എന്നും പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഹാരിയും ഫാമിലിയും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു കോൾ വന്നത്. ഹെലൻ ചെന്ന് കോൾ എടുത്തു. ഡോറിസ് അല്ലേ എന്ന് ചോദിച്ചതും അവൾക്കുള്ള ഒരു മിഷൻ അനൗൺസ് ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി നീ ഒരു ഹോട്ടലിൽ പോകണം. അവിടെ റൂമിനകത്ത് ഒരാളുണ്ടാകും. വേശ്യയുടെ രൂപത്തിലാവണം നീ ചെല്ലേണ്ടത്. എന്നിട്ട് ആ റൂമിൽ ഒരു ബഗ് ഫിറ്റ് ചെയ്യണം. തുടർന്ന് അന്ന് രാത്രി അവൾ ആ ഹോട്ടലിലെത്തി. നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്താണ് അവൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. റൂമിൽ കയറുമ്പോൾ അവൾ കണ്ണാടിയിൽ അവളുടെ രൂപം കണ്ടു. പിന്നാലെ റൂമിനകത്തേക്ക് ചെന്നു. റൂമിനകത്തൊരു വ്യക്തി മാറിയിരിക്കുന്നുണ്ട്. നിഴൽ രൂപം പോലെയാണ് കാണുന്നത്. അതാരാണെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. കയറി വന്ന അവളോട് കണ്ണടയ്ക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. പിന്നാലെ മുന്നോട്ട് വന്ന അവൻ അവളെ ഒരു ബെഡിലേക്ക് കിടത്തി. ശേഷം അവളെ കിസ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് അവൾ അവനെ തിരിച്ചടിക്കാൻ ആരംഭിച്ചത്. അവനെ അടിച്ചു വീഴ്ത്തി അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പെട്ടെന്നാണ് ബഗ് വെക്കുന്ന കാര്യം അവൾ ഓർത്തത്. തിരിഞ്ഞു നോക്കുമ്പോ അവൾ കണ്ടത് വീണ് കിടക്കുന്ന ഹാരിയെയായിരുന്നു. അവൾ അത് കണ്ട് ശരിക്കും ഞെട്ടി. ഈ സമയത്ത് വേറെ കുറെ ആൾക്കാർ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ആ സംഘം ഹാരിയെയും ഹെലനെയും പിടികൂടി അവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരംഭിച്ചു. അവര് നേരെ പോയത് ഒരു എയർ സ്ട്രിപ്പിലേക്കായിരുന്നു. ആ സമയം ജൂണോ അങ്ങോട്ടേക്ക് കടന്നു വന്നു. കാര്യങ്ങൾ ഹാരിക്ക് ഏറെക്കുറെ വ്യക്തമായി. അവരെ പിടികൂടിയിരിക്കുന്നത് ജൂണോയുടെ ആളുകളാണ്. ഹാരിയെയും ഹെലനെയും ഒരു പ്രൈവറ്റ് ജെറ്റിലേക്ക് കയറ്റി അവർ അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു.
അവർ ഒരു ദ്വീപിലേക്കായിരുന്നു ചെന്നെത്തിയത്. അവിടെ സലീമും സംഘവും ഉണ്ടായിരുന്നു. സലീമിന്റെയും സംഘത്തിന്റെയും മുമ്പിലേക്ക് ഹാരിയും ഹെലനും കൊണ്ടു നിർത്തപ്പെട്ടു. അവിടെ നേരത്തെ ഹാരി ജൂനോയുടെ കടയിൽ വെച്ച് കണ്ട വലിയ ശില്പങ്ങളൊക്കെ കൊണ്ടുവച്ചിരുന്നു. പക്ഷേ അത് യാഥാർത്ഥ്യത്തിൽ സാധാരണ ശില്പങ്ങളായിരുന്നില്ല. അതിനകത്തായിരുന്നു മോഷ്ടിക്കപ്പെട്ട 4 ന്യൂക്ലിയർ മിസൈലുകൾ സെറ്റ് ചെയ്തു വെച്ചിരുന്നത്. ഹാരിയുടെ മുമ്പിൽ സലീം അതൊക്കെ കാണിച്ചു കൊടുത്തു. ശേഷം ഹാരിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞു. നീ ആരാണ്, എന്താണെന്ന കാര്യമൊക്കെ ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ഈ മിസൈലുകളുണ്ട് എന്ന് നീ തന്നെ നിന്റെ ഗവൺമെന്റിന് വാണിംഗ് കൊടുക്കണം. ആ ഒരു അവസരത്തിലാണ് ഹാരി ഒരു ഏജന്റ് ആണെന്ന സത്യം അവന്റെ ഭാര്യയും തിരിച്ചറിയുന്നത്. അതവൾക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ജോനോയുടെ നിർബന്ധപ്രകാരം വൈകാതെ ഒരാൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു. സലീം പറഞ്ഞ പോലെ അവരുടെ പക്കൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെന്നും അവർ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താം എന്ന കാര്യവുമൊക്കെ ഹാരി ക്യാമറ നോക്കി പറഞ്ഞു. അത് കഴിഞ്ഞതും സലീം അതേ ക്യാമറയിലേക്ക് നോക്കി ബാക്കി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അമേരിക്ക ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും കൊന്നൊടുക്കി. ദൂരെ നിന്നും ഭീരുക്കളെ പോലെ ഞങ്ങളുടെ പട്ടണങ്ങൾ മുഴുവൻ നിങ്ങൾ തകർത്തെറിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള മുഴുവൻ സൈന്യത്തെയും അമേരിക്ക പിൻവലിക്കണം. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഓരോ ആഴ്ചയും നിങ്ങളുടെ ഓരോരോ പട്ടണങ്ങൾ തകർത്തു കളയും. ഒരു സാമ്പിൾ എന്ന രീതിയിൽ ഞങ്ങളുടെ ശക്തി കാണിക്കാൻ ഈ ദ്വീപ് ഇപ്പോൾ ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്. ഇതേ സമയം മറുവശത്ത് ഹാരിയെയും ഹെലനെയും ഒരു റൂമിനകത്ത് ബന്ദിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഹാരിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വൈകാതെ ഒരാൾ കടന്നു വന്നു. പക്ഷേ വിദഗ്ധമായി അപ്പോഴേക്കും ഹാരി കൈയിലെ വിലങ്ങൊക്കെ പൊട്ടിച്ചേരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഏറ്റുമുട്ടൽ ആരംഭിച്ചു. അവിടുണ്ടായിരുന്നവരെ ഹാരി കൊന്നുകളഞ്ഞു. ഹെലനുമായി ഹാരി നേരെ പുറത്തിറങ്ങി. ഈ സമയത്താണ് സലീമിന്റെ ആളുകൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഹാരി സ്വതന്ത്രനായത് കണ്ടതും ഷൂട്ടൌട്ട് ആരംഭിച്ചു. പിന്നാലെ ഹാരി ഹെലനുമായി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അപ്പോഴേക്കും ദ്വീപ് തകർക്കാനുള്ള ബോംബ് സലീം സെറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ള മിസൈലുകൾ അവർ ട്രക്കിന്റെ അകത്തേക്ക് കയറ്റുകയും ചെയ്തു. ഹെലനെ മാറ്റി നിർത്തി ഹാരി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കനത്ത പോരാട്ടം നടന്നു. ഇതിനിടയിൽ സലീം കൊടുത്തൊരു മിസൈൽ കാരണം അവിടെ വലിയൊരു സ്ഫോടനം അരങ്ങേറി. ജീവൻ രക്ഷിക്കാൻ ഹാരി അവിടുത്തെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഹെലൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ഭയത്തോടെ ഇരുന്ന ഹെലനെ അങ്ങോട്ടേക്കെത്തി ജൂനോ ബന്ദിയാക്കി. മിസൈൽ കയറ്റിയ ട്രക്കുമായി ജൂണോയും സംഘവും പോവാൻ തുടങ്ങി. സലീമും സംഘവും ഒരു ഹെലികോപ്റ്ററിൽ അവിടെ നിന്നും മറ്റൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ്. 2 കൂട്ടരുടെ കയ്യിലും ആണവായുധങ്ങളുണ്ട്. അവർ അവിടെ നിന്ന് പുറപ്പെട്ടതും പിന്നാലെ ഹാരിയുടെ സംഘാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഹാരിയും ഹെലികോപ്റ്ററിൽ അങ്ങോട്ടേക്ക് വെച്ചുപിടിച്ചു. ട്രക്കിലാണ് ആണവ മിസൈലുകളിൽ 2 കൊണ്ടുപോകുന്നത്. അതങ്ങോട്ടേക്ക് എത്താതെ തകർത്തേ പറ്റൂ. നിർദ്ദേശങ്ങൾ വ്യോമസേനയ്ക്ക് ചെന്നിരുന്നു. ജെറ്റ് വിമാനങ്ങൾ ആ ട്രക്ക് തകർക്കുവാൻ പാഞ്ഞെത്തി. ട്രക്ക് കടന്നുപോകുന്നത് ഒരു വലിയ പാലത്തിലൂടെയായിരുന്നു. പാലത്തിൽ അവർ ആക്രമണം നടത്തി. ട്രക്ക് അപകടത്തിൽപ്പെട്ടു. ഇതേസമയം മറുവശത്ത് ട്രക്കിന് പിന്നിലായി ജൂനോയും ഹെലനും ഒരു കാറിൽ വരുന്നുണ്ടായിരുന്നു. കാറിനകത്ത് വെച്ച് ഹെലൻ ജൂനോയുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ജൂനോ വെടിയുതിർക്കാൻ ശ്രമിക്കുമ്പോൾ വെടികൊണ്ടത് കാറിന്റെ ഡ്രൈവർക്കാണ്. അതോടെ നിയന്ത്രണം വിട്ട കാർ മുന്നിലേക്ക് പായാൻ തുടങ്ങി. ആക്രമണം തുടർന്നുകൊണ്ടിരുന്ന ഹെലൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലെടുത്ത് ജൂനോയെ അടിച്ചു വീഴ്ത്തി. അപ്പോഴേക്കും ഹെലികോപ്റ്ററുമായി ഹാരി മുകളിലെത്തിച്ചേർന്നിരുന്നു. കാർ നിയന്ത്രണം വിട്ട് തകർന്ന ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് വീഴാൻ പോകുന്നു. കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് കാറിനുള്ളിൽ നിന്നും ഹാരി ഹെലനെ പൊക്കിയെടുത്തു. അങ്ങനെ ഹെലൻ രക്ഷപ്പെട്ടു. ജൂണോ കാറുമായി നേരെ സമുദ്രത്തിലേക്ക് പതിച്ചിരുന്നു. എന്തായാലും രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് മറ്റൊരു വിവരം വന്നെത്തി. സലീമും സംഘവും നഗരത്തിലെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ തമ്പടിച്ചിട്ടുണ്ട്. അവരുടെ പക്കൽ ഒരു ആണവായുധമുണ്ട്. അത് അവിടെ നിന്ന് തൊടുത്തുവിടാനാണ് അവർ പദ്ധതിയിടുന്നത്. എത്രയും വേഗം സിറ്റിയിലെത്തണം, അത് തടയണം. ഹാരി അവിടെയുള്ള ഒരു ജെറ്റ് എടുത്ത് പുറപ്പെട്ടു. ഇതിനിടയിൽ സലീം ഹാരിയെ കൊടുക്കുവാൻ ഹാരിയുടെ മകളെയും ബന്ദിയാക്കി പിടിച്ചുകൊണ്ടുവന്ന് അതേ ബിൽഡിങ്ങിൽ വെച്ചിരുന്നു. അവളുടെ മുമ്പിൽ വെച്ചാണ് അവർ മിസൈൽ സെറ്റ് ചെയ്യുന്നതൊക്കെ. വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ മിസൈൽ ഓണാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കീ കാണുന്നില്ല. ആ കീ എടുത്ത് ഹാരിയുടെ മകൾ മുകൾ നിലയിലേക്ക് ഓടിയിരുന്നു. സലീം അവളെ പിടികൂടാൻ വേണ്ടി പിന്നാലെ ഓടി. അപ്പോഴേക്കും ഹാരി ജെറ്റുമായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ജെറ്റ് ഉപയോഗിച്ച് തന്നെ ഹാരി ഒരു ഷൂട്ടൌട്ട് നടത്തി. രക്ഷപ്പെടാൻ വേണ്ടി മകൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രെയിനിലേക്ക് പിടിച്ചു കയറിയിരുന്നു. നിയന്ത്രണം വിട്ട് അവൾ താഴേക്ക്
വീഴാൻ വേണ്ടി നിന്നു. സെലീമും ദൂരെയായി നിൽക്കുന്നുണ്ട്. താഴെ വന്നത് ജെറ്റിലുള്ളത് തന്റെ അച്ഛനാണെന്ന് കണ്ടതും ഹാരിയുടെ മകൾക്കൊരു ആശ്വാസം തോന്നി. മകളോട് ജെറ്റിന്റെ മുകളിലേക്ക് ചാടാനായി ഹാരി പറഞ്ഞു. പക്ഷേ സെലീം വെടിയുതിർക്കാൻ ശ്രമിക്കുകയാണ്. ഹാരി ഒരു തരത്തിൽ അത് തടഞ്ഞു. പിന്നാലെ മകൾ ജെറ്റിലേക്ക് എടുത്തു ചാടി. അവൾ വന്ന് വീണത് കോക്പിറ്റിന്റെ ഭാഗത്തായിരുന്നു. ഇതേ സമയം സെലീമും അവരെ തടയുവാൻ ജെറ്റിലേക്ക് എടുത്തു ചാടിയിരുന്നു. സെലീം വീണിരിക്കുന്നത് ജെറ്റിന്റെ പിൻഭാഗത്ത് ചിറകുഭാഗത്തായിട്ടാണ്. ഹാരി തന്റെ മകൾക്ക് ഒരു ആംഗ്യം കാണിച്ചു. താൻ ജെറ്റ് ചിരിക്കാൻ പോകുന്നു എന്ന അർത്ഥത്തിലായിരുന്നു അത്. മകളത് മനസ്സിലാക്കി പിടിച്ചിരുന്നു. ഒട്ടും മടിക്കാതെ ഹാരി ജെറ്റ് തിരിച്ചു. സെലീം തെന്നി ജെറ്റിന്റെ ഒരു ചിറകിന്റെ ഭാഗത്ത് വന്നു വീണു. അതിൽ തയ്യാറാക്കി നിർത്തിയിരുന്ന ഒരു മിസൈലിൽ കൊളുത്തിക്കിടന്നു. അപ്പോഴാണ് ഹാരി അത് കണ്ടത്. സെലീമിന്റെ കുറച്ചാളുകൾ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെട്ടു പോവാൻ നിൽക്കുന്നു. ഹാരി ഒട്ടും മടിച്ചില്ല. ആ മിസൈൽ അങ്ങ് തൊടുത്തു. തൂങ്ങിക്കിടക്കുന്ന സെലീമുമായി മിസൈൽ കുതിച്ചു പാഞ്ഞു. നേരെ ഹെലികോപ്റ്ററിൽ ചെന്നിടിച്ചു. വലിയൊരു സ്ഫോടനം സംഭവിച്ചു. സെലീമിന്റെ ആളുകളും ഹെലികോപ്റ്റർ അടക്കം കത്തി നശിച്ചു. വൈകാതെ ഹാരി സുരക്ഷിതമായി മകളെയും സേഫാക്കിക്കൊണ്ട് ജെറ്റ് താഴേക്ക് ലാൻഡ് ചെയ്തു. ആ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചിരുന്നു. ടിവിയിലൊക്കെ വാർത്ത പരന്നു. തീവ്രവാദ ശ്രമമാണ് ആ പൈലറ്റ് തടഞ്ഞത്. പൈലറ്റിനെയും കൊണ്ട് ഏജന്റുകൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. പക്ഷേ ആ പൈലറ്റ് ആരാണെന്നോ ഏത് ഏജൻസിയുടെ ഭാഗമാണെന്നോ ഒന്നും പുറത്തു വന്നിട്ടില്ല. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. ഹെലൻ ഇപ്പോൾ ഔദ്യോഗികമായി ഒരു ഏജന്റാണ്. അവർക്ക് പുതിയൊരു മിഷൻ വന്നിരുന്നു. ഹാരിയും ഹെലനും കൂടെ ഒരു പാർട്ടി നടക്കുന്ന ഇടത്തേക്ക് എത്തി. അവരുടെ അടുത്ത മിഷൻ അവിടെ ആരംഭിക്കുകയായിരുന്നു. ആൽബർട്ടിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് അവർ ആ പാർട്ടിയിൽ ഡാൻസ് ചെയ്യാനും മറ്റും ആരംഭിച്ചു. പക്ഷേ അതിലവർ ലയിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.